ഹായ്, ഹലോ. ഇത് നമ്മുടെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. ഇത് ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനിയിലോട്ടാണ്. പളനിയിലെ വിശേഷങ്ങളും ചെലവുകളും അവിടുത്തെ സംഭവങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ അച്ഛാ. അങ്ങനെ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. രാത്രി 8:30 അമൃത എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ചെക്കിങ് കഴിഞ്ഞ് ട്രോളിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവരകത്തോട്ട് കയറ്റിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ പ്ലാറ്റ്ഫോമിലോട്ട് പോയി. അങ്ങനെ 8 മണിക്ക് തന്നെ നമ്മൾ ട്രെയിൻ എത്തിച്ചേർന്നു. 8:30 ട്രെയിൻ ടൈം. ഇനി നമ്മുടെ യാത്ര പളനിയിലോട്ട്. ഇത് വാവയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. രാത്രിത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ചപ്പാത്തിയും സൂപ്പർ ഉള്ളിക്കറിയായിരുന്നു. രാത്രി തമ്പാനൂരിൽ 8:30 തുടങ്ങിയ യാത്ര രാവിലെ 7:30 പളനിയിൽ എത്തിച്ചേർന്നു. കുറച്ച് സമയം ട്രെയിൻ ഡിലേ ആയിരുന്നു. ഇനി പെട്ടികളെയും കുട്ടികളെയും എടുത്തുകൊണ്ട് നമ്മളെ റൂം അന്വേഷിക്കാനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ട ശേഷം നമ്മുടെ ട്രെയിൻ ഇനി മധുര വഴി രാമേശ്വരത്തിലോട്ട്. അങ്ങനെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ലാതെ അവർ സുഖമായിട്ട് നടന്നു പോകുന്നത്. നമുക്കൊക്കെ ആണെങ്കിൽ രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും വണ്ടിയുടെ സൗണ്ടും ട്രെയിനിൻ്റെ കടകടാന്നൊരു സൗണ്ട് ആകുമ്പോൾ നമ്മൾക്ക് ഉറക്കം ശരിയായില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. റെയിൽവേ സ്റ്റേഷൻ കുഴപ്പമില്ലാത്ത പണി നടക്കുന്നതേ ഉള്ളൂ, കുഴപ്പമില്ലാത്ത ഇത് തന്നെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും നമ്മളെ കുതിര സവാരിക്കുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഇറങ്ങിയാൽ മാത്രം മതി, ഡ്രൈവർ നമ്മളെ കൊത്തിക്കൊണ്ടുവന്ന് പൊയ്ക്കോളും. ഓട്ടോയിൽ തന്നെ പോകണമെൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ഒരു ബസ്സുണ്ട്, അവരെ ബസ്സുണ്ട്, നല്ല ചാർജ് കുറവാണ്. പിന്നെ നമുക്ക് പെട്ടികളൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓട്ടോയിൽ പോകാൻ തന്നെ തീരുമാനിച്ചത്. ഓട്ടോ ചാർജ് എന്ന് പറയുമ്പോൾ 150 രൂപ വരും. അങ്ങനെ ചെറിയ റൂം സംഘടിപ്പിച്ച് നമ്മളെ പെട്ടിയെല്ലാം കൊണ്ട് അടുക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഫസ്റ്റ് കാര്യം തന്നെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മളെ വാവയ്ക്ക് വേണ്ടത് പൂരിയായിരുന്നു. പൂരി സെറ്റാണ് പറഞ്ഞത്. ഇവിടെ സെറ്റിൽ വരുമ്പോൾ 2 പൂരി വരും. 2 ഒന്നും കഴിക്കില്ല, വെറുതെ വാങ്ങിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ അതും കൂട്ടി ചെറുതായിട്ട് കഴിച്ചിട്ട് ഇതാ വെറുതെ കൈ കാണിക്കുന്നുണ്ട് കൊള്ളാമെന്നൊക്കെ. പക്ഷേ അത്ര പോരായിരുന്നു. പിന്നെ നമ്മൾ ദോശ വാങ്ങി. ദോശയുടെ കൂടെ 2 ചട്നി ഉണ്ടായിരുന്നു. ദോശ കുഴപ്പമില്ലാത്ത സാധനം തന്നെയായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഹോട്ടലിൽ കയറണം കുറച്ചുകൂടെ നല്ലതായിരിക്കും. അവന്മാരെ തേക്കാതെ നോക്കിയാൽ മതി. ഇപ്പോൾ പളനി വന്നതിൽ വേറൊരു ഉദ്ദേശമുണ്ട്. വേറെ ഒന്നുമല്ല, മുടി മുട്ട അടിക്കുക എന്ന് തന്നെയാണ്. ഓൾറെഡി വാവയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ പല ആൾക്കാരും നമ്മളെ വന്ന് ഇതിനോട് വിളിച്ചുകൊണ്ട് പോകും, അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരെ പളനിയുടെ അമ്പലത്തിലുള്ള ഇത് തന്നെ ഒരു സംഭവമുണ്ട്, മുടി വെട്ടാനായിട്ട് തന്നെ. അവിടെ നിന്ന് കയറിയ ക്യൂ നിന്ന് ടോക്കൺ എടുക്കുക. അവിടെ ഇപ്പോൾ അവരൊരു ബ്ലേഡ് കൂടെ തരും. അതും കൂടെ ചെന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ആരാണോ അവരുടെ കൈ കൊടുക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തോളും. ഇരിക്കുകയാണോ? അങ്ങനെ മുട്ടയടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ മുട്ടയടി ഫ്രീ ആണെന്ന് പറയുമെങ്കിലും ഇവിടെ അതിനുശേഷം ദക്ഷിണ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ദക്ഷിണ എന്ന് പറഞ്ഞൊരു 100 രൂപ കൊടുത്താലൊന്നും ഇവർക്ക് സന്തോഷമാവില്ല. നമ്മളതിൽ കൂടുതലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് അമ്പലത്തിലോട്ട്. ഇതാണ് ദണ്ഡപാണി നിലയം, സർക്കാരിൻ്റെയാണ്. വില കുറഞ്ഞ റൂംസൊക്കെ നോക്കുന്നവർക്ക് ഇത് കുറച്ച് നല്ലതായിരിക്കും. മുട്ടത്തലയൊന്ന് കാണിക്കൂ.
കണ്ണടിച്ച് പോണല്ല ചോളൂ. അതുകൊണ്ട് ആ പളനിയോടെ നടന്നു പോവുകയാണ്. നടന്ന് തലയിലൊരു കുറച്ച് ചന്ദനം അടിക്കാനും വന്നു. വേഗം പണി നടക്കുന്നുണ്ട്. പണിയൊക്കെ ശരിയാകുമ്പോൾ സെറ്റാവുമായിരിക്കും. ആ മുരുകൻ ടെമ്പിൾ കണ്ടാ, അത് അതിൻ്റെ അകത്ത് മേളിലാണ് നമ്മൾ പോകാനുള്ളത്. പൊരിക്കടകളൊക്കെയാണ്. ചൂലമല്ല വേയല്ലേ മെയിൻ എൻട്രൻസ് എവിടെ? ലെഫ്റ്റിലോട്ട്. ആ നല്ല സൂപ്പർ വേലകളൊക്കെ ഉണ്ട്. അത് നല്ല രസമുണ്ടല്ലേ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സംഭാരം മുളവായിട്ട് അടിച്ച് കയറി കൊടുക്കാം. അത് ഒരു 50 രൂപ കൊടുത്താൽ മതി എന്നായിരിക്കും തോന്നുന്നത്. ചന്ദനം മാത്രം മതി. അവർ മറ്റേ സാധനങ്ങളൊക്കെ കൊടുത്തരും. മറ്റേ തട്ടല്ലേ എന്നെ മുട്ട അടിച്ച ബസ്സാ. ഒരു ഇച്ചിരി നീറും കേട്ടോ. അപ്പുണ്ട് നല്ല നിറച്ചടിച്ചോണ്ട് അത് തണുക്കട്ടെ. മുടി വെട്ടുന്ന ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാം സൗജന്യം എന്നാണ് എഴുതിയിരിക്കണത്. വാങ്ങിക്കാൻ 100 കൊടുത്താൽ തികയില്ല. മറ്റേ 200 കൊടുക്കും. മുട്ടടിച്ചല്ല തഞ്ചനാച്ചൻ 200 കൊടുക്കും. മൊബൈൽ ഡെപ്പോസിറ്റ് നമുക്ക് 2 മൊബൈലല്ലേ ഉള്ളൂ. വേറെ മൊബൈലുണ്ടോ? 2 മൊബൈലില്ല. ഫോണൊക്കെ ഇവിടെ വായിക്കാതാണോ പറയണം. ഫോൺ നമുക്ക് അവിടെ വായിക്കാം. അല്ലേ ഫോൺ അലൗഡല്ല. മേളിൽ ചെല്ലുമ്പോൾ മേളിൽ എല്ലാവരെല്ലാം കാണും. ഉത്സവത്തിന്റെ തേരാണ് നമ്മൾ അതോ കാണുന്നത്. ഇതുവഴി ഇതിന്റെ ഈ റോഡിന്റെ പേരെന്തോ ഗിരിവലം. ആ ഗിരി റോഡെന്നാ അങ്ങനെ കാണാൻ ഈ റോഡിന്റെ പേര്. ഈ റോഡ് നമ്മൾ ഈ മലയ്ക്ക് ചുറ്റും കറങ്ങി വരും. ഈ റോഡ് ഇതിങ്ങനെ കൊണ്ട് ഈ മല ചുറ്റും കറങ്ങി വരും. കഴിഞ്ഞതേ ഉത്സവം തേര് കറങ്ങി വരും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞതേ ഉത്സവം. എവിടെ പോകുന്നു? കൊടുക്കാം. അവിടെ ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ അമ്പലത്തിലേക്ക് കയറുന്ന ഫ്രണ്ടിൽ തന്നെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരച്ച് ഇത്ര സൂപ്പറാക്കി വെച്ചിരിക്കുന്നത് ഒരു പിടിയില്ല. വിടണില്ല. ഇപ്പൊ ഇറക്കി വിടത്തേ ഉള്ളൂ. അകത്തോട്ട് കയറ്റി വിടണില്ലെന്നാണ്. ഫോണൊന്നും മുകളിലോട്ട് അലൗഡല്ല. നമുക്ക് ഇവിടെ ഈ സൈഡിൽ തന്നെ നമുക്ക് മൊബൈൽ കൗണ്ടർ ഉണ്ട്. അവിടെ വെച്ചിട്ട് പോവാം. അങ്ങനെ നല്ല രീതിയിൽ തൊഴുത് അന്നദാനവും കഴിച്ചിട്ട് നമ്മൾ പതിയെ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി. അമ്പലത്തിൻ്റെ താഴെ തന്നെ ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്. നമുക്ക് ചിപ്സ്, മിച്ചർ എല്ലാം വാങ്ങിക്കാം. ഫാൻസി ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിള്ളേരുടെ ടോയ്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ രാവിലത്തെ പൂരിയുടെ ക്ഷീണം മാറ്റാൻ രാത്രി ദോശയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴുകി തുടച്ച് നമ്മുടെ സാമ്പാറുണ്ട്, ചട്നി എല്ലായിടത്തും ഒരേപോലെ ഉള്ളതിനാണ്. അതും കൂട്ടി ഒരു പിടി പിടിക്കുക. അങ്ങനെ അവളെ മസാല ദോശ എത്തിയിട്ടുണ്ട്. മസാല ദോശയും 2 ചട്നിയും ഇട്ടിട്ട് വീണ്ടും അവളെ സെയിം ബോൾസ് കാണിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ നല്ല സർവീസും സൂപ്പർ ഫുഡും ആയിരുന്നു. ഇത് ഹോട്ടൽ വന്നിട്ട് ഹോട്ടൽ ശരവണ ഭവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ രാമേശ്വരത്ത് പോകാൻ പോകണം. അപ്പോൾ ഇന്നത്തെ പളനി ട്രിപ്പ് തീർന്നിട്ടുണ്ട്. നമ്മൾ നേരെ രാമേശ്വരത്തിലാണ്. അടുത്തത് ഇനിയിപ്പോൾ അമൃത എക്സ്പ്രസ് നമ്മൾ വന്ന സെയിം ട്രെയിനിൽ തന്നെയാണ് അമൃത എക്സ്പ്രസ്സിൽ പോകാനുള്ളത് രാമേശ്വരത്തോട്ട്. അപ്പോൾ ഇന്ന് പളനി ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ റൂമിൻ്റെ വാടക എന്ന് പറയുമ്പോൾ 1300 രൂപയായി. ഇതിനേക്കാളും കുറവുള്ള റൂമുകളുണ്ട്. നമ്മൾ ആവറേജ് ഫീലാണ്. വലിയ സംഭവങ്ങളൊന്നുമല്ല. എന്നാൽ ബാത്റൂമിൻ്റെ ചെറിയ ഇഷ്യൂകളുള്ളൂ. ബാക്കി റൂമിനകത്തൊന്നും പ്രശ്നമായിരുന്നില്ല.
അപ്പോൾ ശരി, നമ്മൾ പളനി വൈൻഡപ്പ് ചെയ്യാനും നേരെ ഇനി അമൃത എക്സ്പ്രസ്സിൽ രാമേശ്വരത്തോട്ട്. എന്നാൽ പിന്നെ അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓക്കെ. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ യാത്ര രാമേശ്വരത്താണ്. എന്നാൽ പിന്നെ ഓക്കേ.